രഥത്തിൽ യാത്രയിൽ സ്പീഡ് കൂട്ടുകാരെ കുതിരയ്ക്ക്. എന്നാലും ദൈവം എന്നെ ഇവിടെ എത്തിച്ചു കൂട്ടുകാരെ. അയ്യോ, അദ്ദേഹം എന്തോ വായിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരെ. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി എന്താ അദ്ദേഹം വായിക്കുന്നേന്ന്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം ഓരോരുത്തരും താങ്കാന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. എന്നും എന്റെ ജനത്തിന് അതിക്രമം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആര് വിചാരിച്ചു? താങ്കൾ ഈ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ആരെങ്കിലും ഒരാൾ വിവേചിച്ചു തരാൻ ഞാനിത് താങ്കൾക്ക് ഇത് പറഞ്ഞു തരട്ടെ. ഇതിന്റെ പൊരുൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. കൂട്ടുകാരെ, അദ്ദേഹം എന്തോ വായിക്കുകയായിരുന്നു. എന്താ വായിച്ചത് നമുക്ക് നോക്കാം കൂട്ടുകാരെ. അദ്ദേഹത്തിന് വായിക്കുന്നതൊന്നും മനസ്സിലായില്ല. നമുക്ക് അതെന്താണ് കൂട്ടുകാർക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം. താങ്കളെ ദൈവം ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുന്ന ദൈവം എന്നോട് പറയുകയും താങ്കളെ കാണാനായിട്ട് എന്നെ ഇവിടെ അയക്കുകയും ചെയ്തു. ഈ വായിച്ചത് യെശയ്യാവെന്ന് പറയുന്ന പ്രവാചകൻ എഴുതിയ ഒരു പ്രവചനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. എനിക്കറിയാം താങ്കൾ സത്യദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്നവരെ പോലെയും അവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവാണ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിൽ ക്രൂശിൽ യാഗമാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. താങ്കൾ ഒരു സത്യദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ദൈവം എന്നെ ഇത് ഗ്രഹിപ്പിക്കുവാനായിട്ടാണ് ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. താങ്കൾക്ക് മനസ്സിലായോ? ഈ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കുകയും യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചത് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ രക്ഷ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീരും. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു യാഗമായത്, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായിട്ട്. അപ്പൊ താങ്കൾക്കും ഈ രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. അതായത് യേശുവിൽ വിശ്വസിച്ച് യേശു എനിക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ യാഗമായതെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ രക്ഷ നമ്മിലേക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്താൽ, യേശുവിന്റെ കൽപ്പനകളെ നമ്മൾ സ്വീകരിച്ചാൽ ആ രക്ഷ നമ്മൾക്ക് തീർച്ചയായിട്ടും പ്രാപിക്കുവാനായിട്ട് കഴിയും. താങ്കൾക്ക് മനസ്സിലായോ? ദൈവം അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസിയായ അല്ലെങ്കിൽ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സത്യ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കത് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാനും വളരെ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്.